നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴിതടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിൽ വന്നിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും നമ്മുടെ കയ്യെത്താ ദൂരത്ത്. അനന്തതയിലേക്കൊരു എത്തിനോട്ടം, പുതിയൊരു അനുഭവമായി. സംഗീത അധ്യാപന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ആദരവ് ഒരുക്കി. വളർന്നുവരുന്ന കുട്ടികളെ നല്ല മനുഷ്യരായി വാർത്തെടുക്കുന്നതിന് വർത്തമാനകാലത്തെ സമൂഹം ഏറെ ശ്രമിക്കേണ്ടതുണ്ടെന്ന് കെ രാജൻ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ വരന്തരപ്പിള്ളിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചാലക്കുടിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായ പൗലോസ് താക്കോൽക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷം. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം MLA കെ രാമചന്ദ്രൻ നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴിതടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആംബുലൻസിന്റെ വഴിതടഞ്ഞ സംഭവത്തിൽ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായി തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. 3 ബസ്സുകളിലെ നിയമലംഘനമാണ് കണ്ടെത്തിയത്. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പെരുമാറ്റച്ചട്ടം പരിശീലിപ്പിക്കാൻ എടപ്പാളിലുള്ള IDTRലേക്ക് അയക്കും. 5 ദിവസമായിരിക്കും പരിശീലനം. കാഞ്ഞാണി സെന്ററിൽ കണ്ടക്ടർമാർ ബസ്സിൽ നിന്നിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഡ്രൈവർക്കൊപ്പം കണ്ടക്ടറും തുല്യ ഉത്തരവാദിയാണെന്ന് IVI അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30 അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസിനെ സ്വകാര്യ ബസ്സുകൾ വഴിമുടക്കിയത്. മനഃപൂർവ്വം ആംബുലൻസിന് വിലങ്ങുതടിയായി മാർഗതടസ്സമുണ്ടാക്കിയെന്നാണ് പരാതി. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിലാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിൽ വന്നിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലൂർ സ്വദേശി തേരാട്ടിൽ 57 വയസ്സുള്ള ജോൺസനാണ് പരിക്കേറ്റത്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ഇന്ന് രാവിലെ 7-നായിരുന്നു സംഭവം. ബന്ധുവീടിന് മുന്നിലെത്തിയ ജോൺസൺ റോഡരികിൽ ബൈക്ക് നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജോൺസനെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും നമ്മുടെ കയ്യെത്താ ദൂരത്ത്. അനന്തതയിലേക്കൊരു എത്തിനോട്ടം, പുതിയൊരു അനുഭവമായി. അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ നടത്തുന്ന ടെലിസ്കോപ്പിലൂടെ വാന നിരീക്ഷണം കലാഭവൻ മണി പാർക്കിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഇൻചാർജ് ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ്, ആനി പോൾ, മുൻ നഗരസഭാ അധ്യക്ഷൻ VO പൈലപ്പൻ, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, വത്സൻ ചമ്പക്കര, ജിതി രാജൻ, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, SH കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ നിജോ വർഗീസ്, BSS തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് TK ശ്രീനിവാസൻ, സെക്രട്ടറി R സുനിത, കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PS ബാബു എന്നിവർ പ്രസംഗിച്ചു. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അതുപോലെ ശ്രീമതി സുനിത ഇവിടെ അതിൻ്റെ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നേരിട്ട് നമുക്ക് ഈ സംവിധാനത്തിലൂടെ
കാണുന്നതിന് ഒരു അവസരം നമുക്ക് ലഭിച്ചതിന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയെ ഞാൻ ഹൃദയപൂർവ്വം ചാലക്കുടി നഗരസഭാ കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുന്നു. സംഗീത അധ്യാപന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ആദരവൊരുക്കി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഗുരുദക്ഷിണ ഒരുക്കിയത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ബാബുരാജ് മാസ്റ്ററെ ആദരിച്ചു. പ്രശസ്ത വൈണികൻ അനന്ത പത്മനാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ ബാബുരാജ് മാസ്റ്റർക്ക് മംഗളപത്രം സമർപ്പിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ്, ഫാസ് നൃത്ത സംഗീത വിദ്യാലയം പ്രിൻസിപ്പാൾ C ശശിധരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ കലാഭവൻ ജയൻ, മാത്യു T തോമസ്, ജൂലിയസ് BV, സദാനന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ലീന മോൾ, രഞ്ജിത്ത് നവൻ, വിജയ കൃഷ്ണൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാബുരാജ് മാസ്റ്ററുടെ ശിഷ്യർ ഒരുക്കിയ ഗാനാർച്ചനയും ഓൾഡ് ഈസ് ഗോൾഡ് ഗാനമേളയും പ്രശസ്ത വൈണികൻ അനന്ത പത്മനാഭൻ അവതരിപ്പിച്ച വീണാവാദനവും അരങ്ങേറി. ജീവനാടി എന്ന് വേണം പറയാൻ. കലാരംഗത്തെ അത്രയേറെ ഞങ്ങളുടെ സ്നേഹം സംഗീത സംവിധായകനായും അതുപോലെ അധ്യാപകനായും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു മഹത്വത്വം. അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്തിനകത്തും പുറത്തും നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും വളർന്നുവരുന്ന കുട്ടികളെ നല്ല മനുഷ്യരായി വാർത്തെടുക്കുന്നതിനും വർത്തമാനകാലത്തെ സമൂഹം ഏറെ ശ്രമിക്കേണ്ടതുണ്ടെന്ന് K രാജൻ. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകോവിൽ സമർപ്പണത്തോടും നവീകരണ കലശത്തോടും അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്നതും പ്രത്യേകതയാണ്. ചടങ്ങിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ CBI തിരുവനന്തപുരം ഓഫീസിലെ IB ശ്രീനിവാസനെ മന്ത്രി ആദരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വാർഡ് മെമ്പർ രാധിക സുരേഷ്, OK ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, ഉണ്ണികൃഷ്ണൻ, KN നാരായണൻ, K രാമൻ, KN ജയപ്രകാശ്, KP ഗിരീഷ്, നന്ദകുമാർ കരുമാലി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. ആ ക്ഷേത്രങ്ങളിൽ ഒരു നവചൈതന്യമായി പൂർണ്ണമായും കൃഷ്ണശില കൊണ്ട് പണിതീർത്ത ഒരു ശ്രീകോവിലിന്റെ സമർപ്പണം, അത് വിശ്വാസം മാത്രമല്ല, നിങ്ങളുടെ ഒരു അഭിമാനം കൂടിയായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മന്ത്രി അടക്കമുള്ള നിരവധി ആളുകൾ വന്ന് സമർപ്പണവും നവീകരണ കലോത്സവവും നടക്കുന്ന ഈ നേരത്ത് സ്വാഭാവികമായിട്ടും സാധാരണ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെയായി ഈ ക്ഷേത്രാങ്കണത്തിൽ നിരവധികളായിട്ടുള്ള സാംസ്കാരിക പ്രതിനിധികളും പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ എത്തിച്ചേരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് നമുക്കിടയിലൂടെ കടന്നു പോകുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റി വരന്തരപ്പള്ളിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം NM സജീവൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജിജി ചെറിയാൻ,
പുഷ്പ കൃഷ്ണൻകുട്ടി, റഷീദ് വരിക്കോടൻ, ഹരിദാസ് കോമത്തുകാട്ടിൽ എന്നിവർ സംസാരിച്ചു. ചാലക്കുടിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായ പൗലോസ് താക്കോൽക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷം. ചാലക്കുടി നഗരസഭയും പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ പൗലോസ് താക്കോൽക്കാരൻ അനുസ്മരണം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. പൗലോസ് താക്കോൽക്കാരന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം വ്യക്തികൾക്ക് നൽകാതെ സ്ഥാപനത്തിന് സമർപ്പിച്ചു. കൂടപ്പുഴ അനുഗ്രഹ സദന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള കുട്ടികളെ മാതൃവാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കൂടപ്പുഴ അനുഗ്രഹ സദനം. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര വിതരണവും നടത്തും. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് CT സാബു, സെക്രട്ടറി US അജയകുമാർ, ജെയ്സൺ താക്കോൽക്കാരൻ, മുൻ MLA BD ദേവസി, പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, പുരസ്കാര സ്വീകർത്താവ് സിസ്റ്റർ റെജി കൂവള്ളൂർ, അഡ്വക്കേറ്റ് PI മാത്യു, സുഭാഷ് ചന്ദ്രദാസ്, N കുമാരൻ, അഡ്വക്കേറ്റ് PP പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകിയ 11ാമത്തെ വീടിന്റെ താക്കോൽ ദാനവും 12ാമത്തെ വീടിന്റെ ധാരണാപത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി. വഴിയായിട്ട് അനുസ്മരിക്കപ്പെട് ആ വലിയ വിശാലമായിട്ടുള്ള മനസ്സിനെ നാം വീണ്ടും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റുള്ളവർക്ക് അപ്രകാരം ചെയ്യുവാനായിട്ട് പ്രചോദനം നൽകുകയും ചെയ്യുകയാണ്. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. ജില്ലയിൽ 11 ഗ്രാമപഞ്ചായത്തുകളെയാണ് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കർഷകരുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കൃഷി സമൃദ്ധി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ ദിവ്യ വിയു പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജിൽ VS, വാർഡ് മെമ്പർമാരായിട്ടുള്ള ഔസേബ് KR, അഭിലാഷ് NP, ശിവരാമൻ പോതിയിൽ, കൃഷി സമൃദ്ധി ഗുണഭോക്താവ് സെബാസ്റ്റ്യൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രാജിത M, കൃഷി ഉദ്യോഗസ്ഥരായിട്ടുള്ള ജിഷ MK, വിപിൻ EV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 40 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7705 രൂപ, പവന് 61,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴിതടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിൽ വന്നിടിച്ച് അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും നമ്മുടെ കയ്യെത്താ ദൂരത്ത്. അനന്തതയിലേക്കൊരു എത്തിനോട്ടം പുതിയൊരു അനുഭവമായി. സംഗീത അധ്യാപന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ആദരവ് ഒരുക്കി. വളർന്നുവരുന്ന കുട്ടികളെ നല്ല മനുഷ്യരായി വാർത്തെടുക്കുന്നതിന് വർത്തമാനകാലത്തെ സമൂഹം ഏറെ ശ്രമിക്കേണ്ടതുണ്ടെന്ന് കെ രാജൻ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ വരന്തരപ്പിള്ളിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചാലക്കുടിയിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായ പൗലോസ് താക്കോൽക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷം.
മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.